എല്ലാവരും ഉള്ളിലേക്ക് കയറി. അപ്പോഴും പുറത്ത് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് കാശി. അവൻ ഫോണെടുത്ത് ഡെവിക്ക് വിളിച്ചു. ഹലോ ഡെവി, നീ എവിടെയാണ്? പെട്ടെന്ന് ഇവിടെ എത്തണം എന്ന് പറഞ്ഞ് അവർ വന്നത് പറഞ്ഞു. അത് കേട്ട് ഡെവി കുറച്ചു നേരമൊന്നും മിണ്ടാതെ ഇരുന്നു. നീ എന്താടാ മിണ്ടാതിരിക്കുന്നത്? നമ്മൾ ഇവിടെയുള്ള വിവരം അറിഞ്ഞുകൊണ്ട് അല്ലേ അവർ വന്നത്? അവർ ലിയയെ ഇവിടെ അടുത്തുള്ള ഒരു ആയുർവേദ ഹോസ്പിറ്റൽ കാണിക്കാനാണ് വന്നത്. അന്നമ്മച്ചിയാണ് അവളുടെ ഒപ്പം നിൽക്കുന്നത്. എടാ, അവർ ശ്രീകുട്ടിയെയും കുഞ്ഞിനെയും കണ്ട അത് മതി. അവരുടെ പിന്നാലെ ആ പിശാചുണ്ട് എലീന. ഞാൻ വരാം വേഗമെന്ന് പറഞ്ഞു. അവൻ ഫോണ് വെച്ചു. എലീന ഇതിന് പിന്നിൽ നീയാണ് എങ്കിൽ നീ അനുഭവിക്കും. വീടിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ എലീന അവിടെ മുഴുവനും നോക്കി. അവൾക്കെന്തോ ആ വീട് ഇഷ്ടപ്പെട്ടില്ല. അത് അവളുടെ മുഖത്ത് തന്നെ ഉണ്ടായിരുന്നു. എങ്കിലും അവളത് പറഞ്ഞ് കാണിച്ചില്ല. അല്ല, നിങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ? മേരി കമലയോടായി ചോദിച്ചു. അല്ല, മോളും ഉണ്ട് ഇവിടെ. അവൾ കിടക്കുവാണ്. എന്താ മോളുടെ പേര്? മോളുടെ പേര് പാർവതി. ബാലൻ ശ്രീഭദ്ര എന്ന് പറയാൻ തുടങ്ങിയതും കമല പെട്ടെന്ന് പറഞ്ഞു. പാർവിൻ്റെ പേര് കേട്ടതും എല്ലാവരും മിണ്ടാതിരുന്നു. കമല എല്ലാവർക്കും കുടിക്കാൻ എടുത്തുകൊണ്ട് അപ്പോഴേക്കും ഡേവിഡിൻ്റെ കാർ അവിടെ എത്തിയിരുന്നു. കാശിയും ഡേവിഡും വീടിൻ്റെ ഉള്ളിലേക്ക് കയറി. ഡേവിയെ കണ്ടതും എലീന ഓടിപ്പോയി അവനെ കെട്ടിപ്പിടിച്ചു. അത് കണ്ട് അവിടെയുള്ളവർ ചിരിച്ചുവെങ്കിലും കാശിക്കും ബാലനും കമലയ്ക്കും അത് ഇഷ്ടപ്പെട്ടില്ല. ഡെവി അവളെ മാറ്റി നേരെ നോക്കിയത് വാതിൽ പടിയിൽ നിൽക്കുന്ന ശ്രീയെയാണ്. കുറച്ചു നേരം രണ്ടുപേരുടെയും കണ്ണുകൾ ഇടഞ്ഞു. അവൾ വേഗം നോട്ടം മാറ്റി. പിന്നെ കമലയുടെ അടുത്തേക്ക് നടന്നു. കമലയുടെ അടുത്തേക്ക് നടന്നു വരുന്ന ശ്രീയെ എല്ലാവരും കണ്ട് ഞെട്ടി. ശ്രീകുട്ടി, അവിടെ നിൽക്കുന്നവർ മെല്ലെ പറഞ്ഞു. പക്ഷെ അവൾ ആരെയും നോക്കാതെ അടുക്കളയിലേക്ക് പോയി. അവളുടെ പിറകെ തന്നെ കമലയും. മോളി അച്ഛൻ്റെ കൂട്ടുകാരാണ് അവരെന്ന് കമല ശ്രീകുട്ടിയെ ചായ എടുത്തു കൊടുത്തു. അതിലവളൊന്ന് ചിരിച്ചുകൊണ്ട് അടുക്കളയുടെ വാതിൽ പടിയിൽ പോയിരുന്നു കൊണ്ട് ചായ ഊതി കുടിച്ചുകൊണ്ടിരുന്നു. അത് നോക്കി കമലയും അവരുടെ കണ്ണ് നിറഞ്ഞു. സ്വന്തം ആൾക്കാരായിട്ടും അവരെ അറിയാതെ മാറി നിൽക്കുന്നത് കണ്ട് അവർ വേഗം കണ്ണു തുടച്ചു. ഇല്ല, ഇവൾ എൻ്റെ മോളാണ്. ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. എല്ലാവരും ശ്രീയെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. എലീനയ്ക്ക് ദേഷ്യം വന്നു. അവൾ പല്ല് കടിച്ചുകൊണ്ട് ശ്രീകുട്ടി പോയ വഴിയെ നോക്കി നിന്നു. അതാണ് എൻ്റെ മോള് പാർവതി. അവൾ ആരോടും അധികം സംസാരിക്കില്ല എന്ന് പറഞ്ഞ് അവരെ നോക്കി. അവർ ബാലനെ നോക്കി ചെറുതായി ഒന്ന് ചിരിച്ചുകൊണ്ട് ചായ കുടിക്കാൻ തുടങ്ങി. ഇടക്ക് അടുക്കളയിലേക്ക് നോക്കുന്നുണ്ടവർ. അപ്പോഴാണ് ഒരു തോർത്തുമുണ്ട് തോളിലെടുത്തുകൊണ്ട് അവൾ വന്നത്. അവൾ ആരെയും നോക്കാതെ പുറത്തേക്ക് പോവാൻ നിന്നതും ഒന്ന് നിന്ന് പിന്നെ കമലയെ വിളിച്ചു. അമ്മേ, ഞാൻ തൊടിയിൽ പോവുക. അവൻ ഉണർന്നാൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. തങ്ങളെ അറിയാത്തതുപോലെ പോകുന്ന ശ്രീയെ കണ്ട് അവർ അത്ഭുതപ്പെട്ടു. അവൾ ഒരു കുട്ട എടുത്ത് പറമ്പിലേക്ക് ഇറങ്ങി. അവളുടെ മനസ്സിൽ എബിയുടെയും രാമൻ്റെയും മുഖം വന്നു. പിന്നെ അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്തു. അവർ എന്തിനായിരിക്കും വന്നത്? അതിൽ ലിയയെ കാണാനില്ലല്ലോ എന്ന് പറഞ്ഞ് അവൾ ആലോചിച്ച് നടന്നുകൊണ്ടിരുന്നു. പെട്ടെന്ന് അവൾ വരപ്പിൽ നിന്ന് തട്ടി വീഴാൻ പോയി. ഞാനെന്തിനാ അതെല്ലാം ആലോചിക്കുന്നത് എന്ന് രാജേഷ് ഏട്ടനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഏട്ടന് കുറച്ച് പച്ചക്കറികൾ വേണമെന്ന്. അപ്പോഴേക്കും പിരിച്ചു വെക്കാം. ആ പുണ്യേട്ടനോട് ഞാൻ വരാൻ പറഞ്ഞതാണ്. പിന്നെ എവിടെ പോയോ എന്തോ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഓരോ പച്ചക്കറികൾ പറിക്കാൻ തുടങ്ങി. അപ്പോഴും അവളുടെ മനസ്സിലിടയ്ക്ക് അവരുടെ മുഖം മാത്രം തെളിഞ്ഞു വന്നു. എന്തിനായിരിക്കും അവർ ഇവിടേക്ക് വന്നത്? ഇനി ഡേവിഡും കാശിയും തന്നെ കണ്ട കാര്യം പറഞ്ഞിരിക്കുമോ? തന്നെ അവർക്ക് വേണ്ട, പക്ഷേ എൻ്റെ അടുത്ത് അവരുടെ മകൻ്റെ കുഞ്ഞുണ്ട്. അതറിഞ്ഞു വന്നതായിരിക്കുമോ? അവൾ ചെയ്തുകൊണ്ടിരുന്ന ജോലി പെട്ടെന്ന് അവൾ നിർത്തി. അവൾ വീട്ടിലേക്ക് ഓടി. അപ്പം അവളുടെ മനസ്സിൽ തൻ്റെ കുഞ്ഞ് മാത്രമായിരുന്നു. അവനെ തൻ്റെ അടുത്തു നിന്ന് പിരിക്കുമോ എന്ന ഭയമായിരുന്നു അവളിൽ. അവൾ ഓടി വരുന്നത് കണ്ട് കമല പുറത്തേക്ക് വന്നു. എന്താ മോളെ നീ ഇങ്ങനെ ഓടി വരുന്നത്? ഒന്നുമില്ലമ്മേ, മോൻ എണീറ്റ പോലെ തോന്നി, അതുകൊണ്ടാണ് ഞാൻ വേഗം വന്നത് എന്ന് പറഞ്ഞവൾ അടുക്കളയിലൂടെ ചെറിയ ഇരിപ്പിടത്തിലിരുന്നു. അവൾ കിതക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കമലയ്ക്ക് പാവം തോന്നി. അവൾ വേഗം അടുക്കളയിൽ പോയി അവൾക്ക് കുടിക്കാൻ വെള്ളം എടുത്തുകൊണ്ട് വന്നു കൊടുത്തു. അവൾ അത് മേടിച്ച് പെട്ടെന്ന് കുടിച്ചു. മോളെ, അവർ ഉത്സവം കഴിഞ്ഞ് പോവൂ. പിന്നെ അവരുടെ മോൾക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റി. അവളെ നമ്മുടെ ഇവിടെയുള്ളൊരു ആയുർവേദ ഹോസ്പിറ്റലാക്കിയിരിക്കുവാണെന്നാണ് പറഞ്ഞത്. അതിന് അവർക്ക് ഈ ചെറിയ വീട്ടിൽ താമസിക്കാൻ കഴിയുമോ അമ്മേ എന്ന് പറഞ്ഞവൾ തിരിഞ്ഞു നോക്കിയതും അവളെ തന്നെ നോക്കി നിൽക്കുന്ന സുമയെയും മേരിയെയും കണ്ടു. അവൾ എണീറ്റു നിന്നു. പിന്നെ കമലയോട് കുളിക്കാൻ കുളത്തിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് അവരെ നോക്കാതെ അലക്കാനുള്ള കുഞ്ഞൂട്ടൻ്റെ തുണിയും എടുത്ത് അവൾ കുളത്തിലേക്ക് നടന്നു. കാശിയോട് ലിയയുടെ കാര്യം പറഞ്ഞു നിൽക്കുകയാണ് ഡെവി. അപ്പോഴാണ് ശ്രീ കുളത്തിലേക്ക് വന്നത്. അവൾ അവരെ കണ്ടൊന്ന് ഞെട്ടിയെങ്കിലും
പിന്നെ അവർ അവിടെ നിൽക്കുന്നത് കാണാത്തതുപോലെ അവൾ വെള്ളത്തിലിറങ്ങി അലക്കാനുള്ളതെടുത്ത് അലക്കാൻ തുടങ്ങി. അവൾ തങ്ങളെ കണ്ടിട്ടും കാണാത്ത പോലെ നിൽക്കുന്നത് കണ്ടതും അവരുടെ നെഞ്ചുവിങ്ങി പൊട്ടുന്നത് പോലെ തോന്നി അവർക്ക്. അവൾ കുഞ്ഞൂട്ടൻ്റെ ഡ്രസ്സ് അലക്കി കഴിഞ്ഞ് വേഗം കയറി അലക്കിയ ഡ്രസ്സ് അയലിലിട്ടുകൊണ്ട് അവൾ ഒരു സാരി എടുത്ത് കുളിമുറിയിലേക്ക് കയറി. കുഞ്ഞൂട്ടൻ കട്ടിലിന്മേലെ ഇറങ്ങി നടന്നുകൊണ്ട് ഉമ്മറത്തേക്ക് വന്നു. അവിടെ ആരെയും കാണാതെ അവൻ ചുറ്റും നോക്കി. പിന്നെ ഉള്ളിലേക്ക് കയറാൻ നിന്നതും തൊഴുത്തിൽ നിന്ന് കിങ്ങിണിയുടെ ശബ്ദം കേട്ട് കുഞ്ഞൂട്ടൻ ചിരിച്ചുകൊണ്ട് തൊഴുത്തിലേക്ക് നടന്നു. പിന്നെ കള്ളച്ചിരി ചിരിച്ചുകൊണ്ട് കിങ്ങിണിയുടെ അടുത്തേക്ക് വന്നു. ശ്രീ കുളി കഴിഞ്ഞ് ഇറങ്ങി അകത്തേക്ക് കയറി. മുറിയിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ അവിടെ കുഞ്ഞൂട്ടനെ കാണാനില്ല. അവൾ പേടിച്ച് ഓടി ഉമ്മറത്തെത്തിയപ്പോൾ അവിടെ എല്ലാവരും നിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും മുറിയെല്ലാം കൊടുത്ത് കുറച്ചു നേരം കിടക്കാൻ പറഞ്ഞയച്ചതാണ് ബാലൻ. അവരെ കുഞ്ഞൂട്ടൻ ഇറങ്ങി പോകുന്നത് കണ്ടില്ല. കാശിയും ഡേവിഡും ഉണ്ടായിരുന്നു അവിടെ. എല്ലാവരും ഓരോ കാര്യത്തെ പറഞ്ഞിരിക്കുന്നു. അവിടേക്കാണ് ശ്രീ കരഞ്ഞുകൊണ്ട് വന്നത്. അച്ഛ, കുഞ്ഞൂട്ടനെ കാണാനില്ല. അത് കേട്ട് ഡേവിഡും കാശിയും ഞെട്ടി അവളെ നോക്കി. ബാക്കിയുള്ളവർ ഒന്നും മനസ്സിലാവാതെ നോക്കി. അപ്പോഴാണ് തൊഴുത്തിൽ നിന്ന് കുഞ്ഞൂട്ടൻ്റെ ചിരി കേൾക്കുന്നത്. ശ്രീ ആരെയും നോക്കാതെ അവിടേക്ക് ഓടി. കൂടെ അവരും. തൊഴുത്തിലെത്തിയതും ബാലനും കമലയും ചിരിച്ചുണ്ട്. ഡേവിഡിനെ ബാക്കിയുള്ളവർക്കും അത്ഭുതം തോന്നി കുഞ്ഞൂട്ടൻ കാണിക്കുന്നത് കണ്ട്. കിങ്ങിണി പാല് കുടിക്കുന്നുണ്ട്. അടുത്തു തന്നെ കുഞ്ഞൂട്ടനും കുടിക്കുന്നുണ്ട്. അതിന് രണ്ടുപേരും ചെറുതായി അടിക്കുന്നുണ്ട്. ശ്രീകുട്ടിക്കും ചിരി വന്നു. എങ്കിലും അവൾ വേഗം അവിടെ ഉണ്ടായിരുന്ന ഓലയിൽ നിന്നും ഒരു ഈർക്കിളി എടുത്ത് പിടിച്ചുകൊണ്ട് വന്നു. കുഞ്ഞൂട്ട! കിങ്ങിണി അവൾ രണ്ടുപേരെയും വിളിച്ചു. കുഞ്ഞൂട്ടൻ ശ്രീകുട്ടിയുടെ ശബ്ദം കേട്ടതും വേഗം മാറി നിന്ന് അവളെ നോക്കി. പിന്നെ ചിരിച്ച് മുഖത്ത് മുഴുവൻ പാലായിരുന്നു. അമ്മേ, ഞാൻ പാല് കുടിച്ചതാണമ്മേ. കുഞ്ഞൂട്ടൻ ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. അതിന് ശ്രീ കൂർപ്പിച്ചൊന്ന് നോക്കി. അവൾ ഓടിപ്പോയി കുഞ്ഞിനെ എടുത്ത് അമ്മയുടെ കുഞ്ഞി, അമ്മ അറിഞ്ഞില്ല, കുഞ്ഞെഴുന്നേറ്റത് കേട്ടോ എന്ന് പറഞ്ഞു തിരിഞ്ഞതും പിന്നിൽ നിൽക്കുന്നവരെ കണ്ട് അവൾ ഞെട്ടി. അവളെയും കുഞ്ഞിനെയും നോക്കി നിൽക്കുന്ന എബിയെയും രാമനെയും സുമയെയും മേരിയെയും കണ്ട് അവളൊന്ന് ഞെട്ടിയിരുന്നു. കുഞ്ഞൂട്ടനെ നെഞ്ചിൽ ചേർത്ത് പിടിച്ച് തൻ്റെ കുഞ്ഞിനെ ആർക്കും കൊടുക്കില്ല എന്ന് പറയും പോലെ. മേരിയുടെയും എബിയുടെയും കണ്ണ് കുഞ്ഞൂട്ടനിൽ തന്നെ ആയിരുന്നു. ഒറ്റ നോട്ടത്തിൽ ഡെവിയെ പോലെ തോന്നും കണ്ടാൽ അവൻ്റെ കുഞ്ഞിക്കണ്ണുകൾ. പിന്നെ കള്ളച്ചിരിയും. മേരിക്ക് കുഞ്ഞൂട്ടനെ വാരിയെടുത്ത് ആ കുഞ്ഞുമുഖം മുഴുവൻ ചുംബനം കൊണ്ട് പൊതിയാൻ തോന്നി. മേരി ശ്രീകുട്ടിയെ നോക്കി. ശ്രീ അത് കണ്ടു ഒന്ന് ചിരിച്ചു. അവർക്ക് അവരെ ശ്രീ പുച്ഛിക്കുന്നത് പോലെ തോന്നി. അവരുടെ തല താഴ്ന്നു. അപ്പോഴാണ് അവിടേക്കൊരു ഓട്ടോ വന്നത്. അതിൽ നിന്നൊരു ചെറുപ്പക്കാരൻ ഇറങ്ങി. അത് കണ്ടതും ശ്രീ ചിരിച്ചുകൊണ്ട് അവിടേക്ക് പോയി. എന്താ രാജേഷേട്ടാ ഇത്രയും നേരം വൈകിയത്? ഓട്ടുണ്ടായിരുന്നു പാറു. കുഞ്ഞൂട്ട വാ. അതും പറഞ്ഞവൻ കുഞ്ഞൂട്ടനെ എടുത്തു. അപ്പോൾ ബാലൻ അവിടേക്ക് വന്നു. ആരാ ഇത്? എന്തൊക്കെ രാജേഷ് വിശേഷം? ബാക്കിയുള്ളവർ അത് ആരാണെന്ന് അറിയാതെ നിന്നു. അപ്പോഴാണ് ഫോൺ വിളിച്ചുകൊണ്ടിരുന്ന എലീന അവിടേക്ക് വന്നത്. അവൾ ശ്രീയുടെ കയ്യിലുള്ള കുഞ്ഞൂട്ടനെ കണ്ട് ഞെട്ടി. പിന്നെ രാജേഷിനെ കണ്ടതും അവൾ ശ്രീകുട്ടിയെ ഒന്ന് പുച്ഛിച്ചു. കണ്ടോ ആൻറ്റി, ഇച്ചായനെ ഉപേക്ഷിക്കാൻ കാത്തിരിക്കുകയായിരുന്നെന്ന് തോന്നുന്നു. അവൾ വേറൊരാളെ കെട്ടാന്. എന്നിട്ട് ഇച്ചായനോ അവളെ ഓർത്തിരിക്കുന്നു. അവൾ കുഞ്ഞും ഭർത്താവുമായി സുഖമായി ജീവിക്കുന്നു എന്ന് പറഞ്ഞു നോക്കിയതും ദേഷ്യത്തോടെ നോക്കുന്ന ഡേവിഡിൻ്റെ മുഖത്തേക്കായിരുന്നു. കുഞ്ഞൂട്ടനെ കളിപ്പിക്കുന്ന രാജേഷിനെ കാണും തോറും ഡേവിക്ക് ദേഷ്യം വന്നുകൊണ്ടിരുന്നു. ശ്രീ കുഞ്ഞൂട്ടനെ രാജേഷിൻ്റെ അടുത്ത് കൊടുത്തുകൊണ്ട് ഉള്ളിലേക്ക് കയറി. പിന്നെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവളുടെ കയ്യിലൊരു കവറുണ്ടായിരുന്നു. അപ്പോഴേക്കും ബാലൻ അവൾ രാവിലെ പറിച്ചു വെച്ച പച്ചക്കറികളുമായി വന്നു. ശ്രീ അതെല്ലാം കവറിൽ നിറച്ച് രാജേഷിനെ ഏൽപ്പിച്ചു. അഞ്ജു ചേച്ചിക്ക് എത്ര മാസമായി രാജേഷേട്ടാ? അവൾക്ക് 4 മാസമായി പാറു. ഡോക്ടർ പച്ചക്കറിയും ചീരയും ഒക്കെയാണ് കഴിക്കാൻ പറഞ്ഞത്. കടയിൽ നിന്ന് വാങ്ങുന്നതിൽ മുഴുവൻ വിഷമായിരിക്കും. അപ്പം അഞ്ജുവാണ് പറഞ്ഞത് നിന്റെ അടുത്തുണ്ട് നല്ല പച്ചക്കറി എന്ന്. അതിനവളൊന്ന് ചിരിച്ചു കൊടുത്തു. അത് ശരിയാണ്, ഗർഭിണിയായാലേ നല്ല ആഹാരം കഴിക്കണം, അല്ലെങ്കിൽ കുഞ്ഞിനാണ് കേട് എന്ന് പറഞ്ഞ് കമല അവിടേക്ക് വന്നു. ശ്രീ കുഞ്ഞിനെ രാജേഷിൻ്റെ കയ്യിൽ നിന്നും വാങ്ങി. അപ്പോഴാണ് അവൻ അവിടെ നിൽക്കുന്നവരെ കണ്ടത്. അവൻ സംശയത്തിൽ ബാലനെ നോക്കി. ഇതാരാ ബാലേട്ടാ? ഇതെൻ്റെ കൂട്ടുകാരനാടാ. എബിയെയും രാമനെയും രാജേഷിനെ പരിചയപ്പെടുത്തി കൊടുത്തു. രാജേഷ് എല്ലാവരോടും യാത്ര പറഞ്ഞ് പിരിഞ്ഞു. ശ്രീ കുഞ്ഞൂട്ടനെ നോക്കി. പിന്നെ അവനെ എടുത്തുകൊണ്ട് അകത്തേക്ക് കയറി. എബിയും രാമനും ബാലൻ്റെ അടുത്തേക്ക് വന്നു. ബാല, ആ കുഞ്ഞാരാ? അതിൻ്റെ മോളുടെ കുഞ്ഞാണ് എന്ന് പറഞ്ഞ് ബാലനുള്ളിലേക്ക് കയറിപ്പോയി. ബാലൻ്റെ മറുപടി കേട്ട് തറഞ്ഞു നോക്കുകയായിരുന്നു എബിയും രാമനും. എബി, നമുക്ക് തെറ്റുപറ്റിയെന്ന് തോന്നുന്നുണ്ടോ?
എനിക്കും അങ്ങനെ തോന്നുന്നു രാമ. എങ്കിലൊരിക്കലും നമ്മോട് പാറുവിൻ്റെ ആത്മാവ് പൊറുക്കില്ല രാമ. നമുക്കിടെ എവിടെയോ പിഴച്ചു എന്ന് തോന്നുന്നു. ആരോ നമ്മളെ ചതിച്ചു. അപ്പോഴാണ് അവിടേക്ക് മേരിയും സുമയും വന്നത്. അവരുടെ മുഖം കണ്ടപ്പോൾ മനസ്സിലായി എല്ലാം കേട്ടു എന്ന്. ഇച്ചായ, നമ്മുടെ കുഞ്ഞാണോ അത്? മേരിയബിയുടെ നെഞ്ചിൽ ചേർന്ന് നിന്ന് അയാളോട് ചോദിച്ചു. അതെ, എൻ്റെ കുഞ്ഞു തന്നെയാണ് കുഞ്ഞൂട്ടൻ എന്ന് പറഞ്ഞ് ഡേവിഡ് അവിടേക്ക് വന്നു. അത് കേട്ടതും മേരി ശ്രീകുട്ടിയുടെ ഒപ്പം അകത്തേക്ക് പോവാൻ നിന്നു. മമ്മ ഇവിടേക്കാണ്. എൻ്റെ കുഞ്ഞിനെ ഞാനൊന്ന് എടുത്തോട്ടെ ഡേവി. നേരെയൊന്ന് കാണാൻ പോലും പറ്റിയില്ല. അതിനുള്ള അർഹതയൊന്നും നമുക്കില്ല മമ്മ. അതും പറഞ്ഞവൻ ദൂരേക്ക് നോക്കി നിന്നു. മോനെ, മേരി കരഞ്ഞുകൊണ്ട് അവനെ വിളിച്ചു. അവൾ കുറേ അനുഭവിച്ചിട്ടുണ്ട് മമ്മ എന്ന് പറഞ്ഞവർ അറിഞ്ഞതെല്ലാം അവരോട് പറഞ്ഞു. തെറ്റ് തന്നെയാണ് നമ്മൾ ചെയ്തത്. രാത്രിയെന്ന് പോലും നോക്കാതെ നമ്മൾ അവളെ അടിച്ചിറക്കി വിട്ടു. അവളെ കേൾക്കാതെ ആരോ കെട്ടിച്ചമച്ച കഥകൾ നമ്മളെല്ലാവരും വിശ്വസിച്ചു. അപ്പോഴാണ് കുഞ്ഞൂട്ടൻ പുറത്തേക്ക് ഓടി വന്നത്. പിന്നെ ഉള്ളിലേക്ക് നോക്കി പിന്നാമ്പുറത്തേക്ക് ഓടി. അത് കണ്ടവരെല്ലാവരും അവിടേക്ക് പോവാൻ നിൽക്കുമ്പോഴാണ് എണ്ണയും തോർത്തും എടുത്തുകൊണ്ട് ശ്രീ വരുന്നത്. കയ്യിൽ ചെറിയൊരു വടിയുണ്ട്. അവൾ ഉമ്മറത്തു നിന്നും അവനെ വിളിക്കുന്നു. എവിടെ? ആളിടയ്ക്ക് ശ്രീ വരുന്നുണ്ടോ എന്ന് നോക്കാൻ വരുന്നുണ്ട്. അപ്പോഴാണ് കുഞ്ഞൂട്ടൻ അവിടെ നിൽക്കുന്നവരെ കണ്ടത്. അവൻ അവരോട് ചുണ്ടിൽ കൈവച്ച് മിണ്ടരുതെന്ന് പറഞ്ഞു. അത് കണ്ടതും അവർക്ക് ചിരി വന്നു. ശ്രീക്ക് മനസ്സിലായി അവൻ പിന്നാമ്പുറത്താണ് എന്ന്. താൻ അവിടേക്ക് ചെന്ന ഓടുമെന്നും ശ്രീകുട്ടി അവനെ തന്നെ കാണാൻ പറ്റുന്നിടത്തേക്ക് നിന്നുകൊണ്ടിരുന്നു. പിന്നെ കാലൊന്ന് നോക്കാൻ തുടങ്ങി. ഇടയ്ക്ക് വേദന ഉള്ള പോലെ. അവളൊരു ശബ്ദമുണ്ടാക്കുന്നുണ്ട്. ശ്രീ ഇരുന്നതും കാല് നോക്കുന്നതും കണ്ടു. എല്ലാവരും പേടിച്ചു. അവളുടെ അടുത്തേക്ക് പോവാൻ നിന്ന കുഞ്ഞൂട്ടൻ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് ഓടിയെത്തി. എന്തു പറ്റി അമ്മേ എന്ന് പറഞ്ഞ് കരഞ്ഞതും ശ്രീകുട്ടനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് അവളുടെ കണ്ണൊരു നിമിഷം നിറഞ്ഞു. ഒന്നുമില്ലട കണ്ണ അമ്മയ്ക്ക്. അമ്മ വെറുതെ കാണിച്ചതല്ലേ. നീ അടുത്തേക്ക് വരാനെന്ന് പറഞ്ഞ് അവനെ എടുത്തുകൊണ്ട് കുളിക്കാൻ കൊണ്ടുപോയി. കുഞ്ഞൂട്ടൻ ശ്രീയോടുള്ള സ്നേഹം കണ്ട് ഡെവിയുടെ മനസ്സ് നിറഞ്ഞു. കണ്ടില്ലേ മമ്മ, അവരുടെ ഇടയിൽ വേറെ ആരുമില്ല. കുഞ്ഞൂട്ടൻ അടുത്തുള്ളപ്പോൾ മാത്രമാണ് അവൾ ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് അവൻ്റെ നിറഞ്ഞ കണ്ണ് തുടച്ചവൻ പോയി. കുഞ്ഞൂട്ടനെ കുളിപ്പിച്ചൊരു ട്രൗസറും കയ്യിലെടുത്ത് കുഞ്ഞു ബനിയനും ഇട്ടുകൊടുത്തു. ശ്രീ അടുക്കളയിലേക്ക് പോയി. അവിടെ കമല ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. എന്താ അമ്മ ഉണ്ടാക്കുന്നത്? അമ്മന്ന് പോയില്ലേ കടയിലേക്ക്? ഇല്ല മോളെ, അച്ഛൻ പോയി. ആ പുണ്യേട്ടനെ കട ഏൽപ്പിച്ചു വരാമെന്ന് പറഞ്ഞ്. അത് മോളെ, അവരൊക്കെ ഉള്ളതല്ലേ. ഞാൻ ചോറ് വെച്ച് പിന്നെ സാമ്പാറുണ്ട്, ഉപ്പേരി എന്തെങ്കിലും വെക്കാം, പിന്നെ മീൻകറിയും ഉണ്ട്. അത് പോരെ? മതി. അതും പറഞ്ഞ് അവൾ പയറെടുത്ത് അരിയാൻ തുടങ്ങി. അപ്പോഴാണ് അവിടേക്ക് സുമയും മേരിയും വന്നത്. അവരെ കണ്ടതും കമല ചിരിച്ചു. ഞങ്ങൾ എന്തെങ്കിലും ചെയ്യാം. അയ്യോ വേണ്ട, ഇത് ഞങ്ങൾക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. അപ്പോഴും അവരോട് ശ്രീകുട്ടി മിണ്ടാതെ തൻ്റെ ജോലി തുടർന്നുകൊണ്ടിരുന്നു. മേരിക്കും സുമയ്ക്കും ശ്രീകുട്ടിയെ തന്നെ നോക്കി. തങ്ങളോട് വാ തോരാതെ സംസാരിച്ചിരുന്ന ശ്രീകുട്ടിയെ അവർക്ക് ഓർമ്മ വന്നു. കുഞ്ഞൂട്ടൻ ഭയങ്കര കളിയിലാണ്. അവനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് രാമനും എബിയും. പക്ഷേ അവൻ അവരെ നോക്കാതെ കാർ ഓടിച്ചുകൊണ്ട് കളിക്കുവാണ്. അപ്പോഴാണ് അവിടേക്ക് കാശിയും ഡെവിയും വന്നത്. സ്വന്തം ചോരയെ അന്യരെ പോലെ നോക്കിയിരിക്കുന്നവരെ കണ്ട് അവന് വിഷമം തോന്നി. ഡെവിയെ കണ്ട് കുഞ്ഞൂട്ടൻ അവൻ്റെ അടുത്തേക്കൊന്ന് ചിരിച്ചു. ഡെവി കുഞ്ഞൂട്ടനെ എടുത്ത് കവളിൽ ചുംബിച്ചു. ഡെവി കുഞ്ഞിനെ എടുത്ത് എബിയുടെ അടുത്തേക്ക് പോയി. കുഞ്ഞന് ഇതാരാണെന്ന് അറിയുമോ? നിച്ചറിയില്ല. ഇത് എൻ്റെ അച്ഛനാണ്, എബിയെ ചൂണ്ടി ഡെവി പറഞ്ഞു. അപ്പോൾ കുഞ്ഞൂട്ടൻ രാമനെ നോക്കി. അതിൻ്റെ അർത്ഥം മനസ്സിലായ പോലെ കാശി കുഞ്ഞൂട്ടൻ്റെ അടുത്തേക്ക് വന്നു. ഇത് എൻ്റെ അച്ഛനാണ്, കുഞ്ഞൂട്ടൻ്റെ അച്ചാച്ച. അത്താത്ത? കുഞ്ഞൂട്ടൻ ചിരിച്ചുകൊണ്ട് രാമനെ നോക്കി വിളിച്ചു. അപ്പോഴാണ് വാതിൽ നിൽക്കുന്ന മേരിയെയും സുമയെയും അവർ കണ്ടത്. ഡേവിഡിൻ്റെ കയ്യിലിരുന്ന കുഞ്ഞൂട്ടനെ മേരി ഓടി വന്ന് എടുത്തു. ചുംബനങ്ങൾ കൊണ്ട് അവനെ മൂടിയിരുന്നു. അപ്പോഴാണ് പുറത്ത് ആരോ വന്നത്. ആരായെന്ന് നോക്കാൻ വന്നത് ശ്രീയായിരുന്നു. ശ്രീയെ കണ്ടതും അവരെല്ലാവരും ഞെട്ടി. ശ്രീ അവരെ നോക്കാതെ പുറത്തേക്ക് പോയി. അവിടെ നിൽക്കുന്ന മീരയെ കണ്ടവളൊന്ന് ചിരിച്ചു. എന്താ മീര? അത് പിന്നെ ഇച്ചായനെ വിളിക്കാൻ വന്നതാണ്. അവളുടെ ഇച്ചായ എന്ന വിളിയിൽ ശ്രീക്ക് ദേഷ്യം വന്നു. പിന്നെ മീരയെ നോക്കി ഒന്ന് ചിരിച്ചു. അകത്തുണ്ട്, മീര കയറി വിളിച്ചോ എന്ന് പറഞ്ഞവൾ മീരയെ കൂടി അകത്തേക്ക് കയറി. ശ്രീയുടെ ഒപ്പം വരുന്ന മീരയെ കണ്ട് കാശി ഡേവിഡിനെ നോക്കി. കുഞ്ഞൂട്ടനെ കളിപ്പിക്കുന്ന ഡേവിഡിനെ കണ്ട് മീരയ്ക്ക് ദേഷ്യം വന്നു. തൻ്റെ അടുത്ത് ആരോ വന്ന് നിൽക്കുന്നത് പോലെ തോന്നി. ഡേവി മുഖം ഉയർത്തി നോക്കി. അടുത്ത് നിൽക്കുന്ന മീരയെ കണ്ടതും അവൻ്റെ നെറ്റി സംശയത്തോടെ ചുളിഞ്ഞു. മീര, എന്താ ഇവിടെ? ഇച്ചാൻ എന്താ വീട്ടിലേക്ക് വരാത്തത്? അവളുടെ ചോദ്യം കേട്ട് എബിയും മേരിയും അവനെ തുറിച്ചു നോക്കി. അപ്പോഴാണ് അവൾ എബിയെയും മേരിയെയും കാണുന്നത്. ഇതാരാ ഇച്ചായ?
അവനോട് ഓടിക്കൊണ്ട് ചോദിച്ചു. പെട്ടെന്നാണ് അടുക്കളയിൽ നിന്നൊരു ചില്ല് ഗ്ലാസ് നിലത്ത് വീണ് പൊട്ടിയത്. അതിൻ്റെ ഒച്ച കേട്ട് എല്ലാവരും ഞെട്ടി. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറരുതെന്ന്? പിന്നെന്തിനാടി നീ കയറിയത്? അടുക്കളയിൽ നിന്നുള്ള ശ്രീയുടെ ശബ്ദം കേട്ടതും എല്ലാവരും അവിടേക്ക് നോക്കി. ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി നിൽക്കുന്ന ശ്രീയെ കണ്ട് മീര അറിയാതെ കവളിൽ കൈവച്ചു. അവൾക്കന്ന് ശ്രീയെ കളിയാക്കിയതും പിന്നീട് അവൾ പറഞ്ഞതും ഓർമ്മ വന്നു. അവൾക്ക് ശ്രീ തന്നെയാണോ പറയുന്നതെന്ന് തോന്നി. ബാക്കിയുള്ളവർക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. കാശി ഡേവിഡിൻ്റെ അടുത്തേക്ക് വന്നു. അവൾക്കൊരു മാറ്റവും ഇല്ലല്ലേ ഡെവി? നിന്നോട് അധികം ആരെടുത്താലും അവൾ ഇതുപോലെയല്ലേ പറയാറുള്ളത്? അപ്പോൾ നമ്മുടെ വീട്ടിലെ ജിമ്മിയായിരുന്നു അവളുടെ സ്ഥിരം ഇര. ഇപ്പോൾ ആരാണോ എന്തോ. മീരാകെ നാണം കെട്ട് നിൽക്കുന്നത് പോലെ തോന്നി. മിണ്ടാതെ നിൽക്കുന്നത് കണ്ടില്ലേ? ഇനി നീ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുമോ കുറിഞ്ഞി? അപ്പോഴാണ് മീരയ്ക്ക് സമാധാനമായത്. കുറിഞ്ഞി എന്ന പേര് കേട്ടതും കുഞ്ഞൻ ഓടി അടുക്കളയിലേക്ക് വന്നു. കുഞ്ഞി ചേച്ചിയെ വഴക്ക് പറയണ്ട, കുഞ്ഞു പാവല്ലേ? പാവം നീയാണ് ഇതിനുള്ളിലേക്ക് കയറ്റുന്നതെന്ന് പറഞ്ഞു അവളും കമലയും ഭക്ഷണം എടുത്തു വെച്ചു. കമല എല്ലാവരെയും ഭക്ഷണം കഴിക്കാൻ വിളിച്ചു. എല്ലാവരും എണീറ്റു. അപ്പോഴാണ് കമല മീരയെ കാണുന്നത്. മീരമോള് വാ ഭക്ഷണം കഴിക്കാം. ഞാനൊന്നുമില്ല. ഡെബി ഭക്ഷണം കഴിക്കാൻ എണീറ്റതും മീര അവൻ്റെ കൈ പിടിച്ചു. ഇച്ചായ, ഞാൻ അവിടെ ഇച്ചാന് വേണ്ടി നല്ല ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവരെ പോലെയുള്ള ആൾക്കാരുടെ ഇടയിൽ നിന്നുള്ള ഫുഡ് ഇച്ചാന് പിടിക്കില്ല. അത് കേട്ടതും നബിക്ക് ദേഷ്യം വന്നു. ഡെബി, ഏതാണ് ഈ പെണ്ണ്? അത് പപ്പ, ഞങ്ങൾ ഇവളുടെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഇന്ന് തന്നെ അവിടെ നിന്ന് ഇവിടേക്ക് മാറണം. ഞാൻ ബാലനോട് പറഞ്ഞോളാം. നിങ്ങൾക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ? എബി കമലയോടും ശ്രീകുട്ടിയോടും ചോദിച്ചു. കമലയില്ല എന്ന് പറഞ്ഞു. ശ്രീ പിന്നെ അവിടെ നടക്കുന്നതൊന്നും തന്നെ ബാധിക്കുന്നില്ല എന്ന പോലെ ഒരു പ്ലേറ്റിൽ ഭക്ഷണമാക്കി പുറത്തേക്ക് നടന്നു. അത് കണ്ടതും എബിയുടെ നെഞ്ചു വിങ്ങി. അയാളുടെ കണ്ണ് നിറഞ്ഞു. ഡെവിക്ക് അത് കണ്ടതും ദേഷ്യം വന്നു. അവൻ ശ്രീയുടെ ഒപ്പം പോയി. തന്നെ ഒന്ന് നോക്കാതെ പോയ ഡേവിഡെ കണ്ട് മീരയ്ക്കും ദേഷ്യം വന്നു. വിട്ടുതരില്ല പാർവതി നിനക്ക് ഞാൻ ഡേവിഡിനെ. അവൻ എൻ്റെയാണ്. മീര പെട്ടെന്ന് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. കുറിഞ്ഞിയുടെ ഒപ്പം കളിക്കുകയാണ് കുഞ്ഞൂട്ടൻ. ഓരോ ചോറുള്ള ശ്രീകുട്ടിയിൽ നിന്നും വാങ്ങി കഴിക്കുന്നുണ്ട്. ഇടയ്ക്ക് കുഞ്ഞൂട്ടൻ പറയുന്നതനുസരിച്ച് കുറിഞ്ഞിക്കും ഇട്ടുകൊടുക്കുന്നുണ്ട്. മതിമമ്മ, ഇനി കുഞ്ഞിക്ക് കൊടുത്തോ? അയ്യടാ, മര്യാദയ്ക്ക് ഇത് കഴിച്ചോ. നിന്റെ എപ്പോഴുള്ള അടവാണിത്. കുറച്ച് കഴിക്കും, പിന്നെ കുറിഞ്ഞിക്ക് കൊടുക്കാൻ പറയും. വേഗം കഴിക്കാൻ നോക്ക് കുഞ്ഞൂട്ടയാ. അമ്മേ, കുഞ്ഞൂട്ടനെ മതി, വയറ് നിറഞ്ഞു. കുഞ്ഞൂട്ടൻ ബനിയൻ പൊക്കി അവൻ്റെ കുഞ്ഞി വയർ വീർപ്പിച്ച് കാണിച്ചു. അത് കണ്ട് അവൾക്ക് ചിരി വന്നു. എങ്കിൽ പൊക്ക ഉള്ളിലേക്ക്. അതും പറഞ്ഞ് ബാക്കിയുള്ള ചോറ് കുറിഞ്ഞിയുടെ പാത്രത്തിൽ ഇട്ടുകൊടുത്ത് അവൾ തിരിഞ്ഞു പോവാൻ നിന്നതും കാറ്റുപോലെ വന്ന് ഡെവി അവളെ വലിച്ച് അവിടെയുള്ള മാവിന് ചേർത്ത് നിർത്തി. അത് കണ്ടുകൊണ്ടാണ് മീര വന്നത്. അവളുടെ കണ്ണിൽ ശ്രീകുട്ടിയോട് പക ആളിക്കത്തി. അവൾ വെട്ടിത്തിരിഞ്ഞു പോയി. അവൾ പോകുന്നത് കണ്ട് ഒരാളുടെ ചുണ്ടിൽ പുച്ഛം വിരിഞ്ഞു. ഇനി ഞാൻ നിന്നെ വെച്ച് കളിക്കും, ലിയയെ വെച്ച് കളിച്ചതുപോലെ എന്ന് പറഞ്ഞ് അയാൾ ഫോണെടുത്ത് ആർക്കോ വിളിച്ചു. തൻ്റെ പ്ലാൻ പറഞ്ഞ് അയാളുടെ കണ്ണുകൾ ശ്രീയെ ചേർന്നു നിൽക്കുന്ന ഡെവിയിൽ പതിഞ്ഞു.